വിളിച്ചപേറ്റുന്നു. ഇന്ന് പൽക്കാലം ഒരുമിച്ച് നമുക്ക് കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാനായ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വായിച്ച അതേ വാക്യത്തിലേക്ക് തന്നെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യമായി യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും, ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ആറാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 55-ാം യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. നിർത്തിക്കാട്ടെ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. സ്തോത്രം. എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും നമുക്ക് അനുകൂലമായി ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ കർത്താവിനോട് അടുത്തിരിക്കേണ്ട സമയത്ത് നാം അടുത്തിരുന്നാൽ, നാം വിളിച്ചപേക്ഷിക്കേണ്ട സമയത്ത് വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് വേണ്ടി ഉത്തരമരളി നാം അടുത്ത് ചെന്നാൽ നമ്മോട് അടുത്ത് വരുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. സ്തോത്രം. കഴിഞ്ഞ ഈവനിങ്ങിൽ ഞാനും കർത്താവൻദാസൻ രാജവർഗീസുമായിട്ട് സംസാരിച്ചപ്പോൾ അനേക ഇടങ്ങളിലേക്ക് ഇപ്പോൾ ഈ ലോകത്തിൽ വിശേഷാൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവാണ് അത് ഞങ്ങളോട് ഇടപെട്ടത്, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചവർ കർത്താവിൻ്റെ സ്നേഹത്തിൽ എത്രത്തോളം അവരായിരിക്കുന്നു എന്നുള്ളത് ദിവസങ്ങളിൽ നാം ഒന്ന് ചിന്തിക്കേണ്ട കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുക. സ്തോത്രം. ഇപ്പോൾ ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങി ഒരു ട്രഡീഷനായി ദൈവ സന്നിധിയിൽ കടന്നു വരുന്നത് ആ രീതിയിലായിത്തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പൽക്കാലം നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം, നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു. സ്തോത്രം. കർത്താവിനെ കണ്ടെത്തേണ്ട സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. സ്തോത്രം. നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരേണ്ടത്. എപ്പോഴും ചേർന്നിരുന്നാൽ ആ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയുവാനിടയായി. ഹല്ലേലൂയ. ചേർന്നിരിക്കുവാൻ വേണ്ടിയ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അതിനാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. ആമേൻ. അവൻ അവനോട് കരുണ കാണിക്കും. ആമേൻ. ദുഷ്ടനായവൻ തന്റെ വിചാരങ്ങളെയും തന്റെ നീതികെട്ടവൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. ദൈവത്തിന് അവൻ ധാരാളം ക്ഷമിക്കും. ആരാണ്? ദൈവം. നാം പറയാറുണ്ട്, അത് സത്യം തന്നെയാണ്. നമ്മുടെ പാപം ഏത് കടിഞ്ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ്. അത് ഈ ലോകത്തിൽ ഒരു നാമമുണ്ടെങ്കിൽ നമ്മൾ സേവിക്കുന്ന യേശുവിൻ്റെ ദൈവത്തിൻ്റെ നാമമല്ലാതെ വേറെ നാമമില്ല. കർത്താവ് നമ്മളോട് ക്ഷമിക്കും, ദയ കാണിക്കും. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ വഴികളെ ദുഷ്ടൻ തൻ്റെ വഴികളെ, നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. ദൈവം അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. നമ്മുടെ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്, ധാരാളം ക്ഷമിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മാത്രമല്ല അടുത്ത വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെ, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, ആമേൻ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നാം എത്ര തന്നെ നമുക്ക് കരുതിയാലും അതിനൊക്കെ ലിമിറ്റുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതിയാൽ അതിന് ലിമിറ്റില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വഴികൾ, ആമേൻ, ആ വഴി വലിയ വിശാലമുള്ള വഴിയാണ് നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്. ആമേൻ. വലിയ ആഴമേറിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ.
അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതയാത്ര നാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് നാം മുന്നോട്ട് വെക്കുമെന്ന് ചിന്തിച്ചിരുന്ന മാത്രയിൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്ന് നമ്മൾ സഹായിച്ചിട്ടില്ല. സ്തോത്രം. അടുത്ത നിമിഷം എങ്ങനെയായി തീരുമെന്ന് നാം വ്യാകുലപ്പെട്ടപ്പോൾ ദൈവം ഒരിക്കലും നാം ചിന്തിക്കാത്ത നിലകളിൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്ന് ദൈവം നമ്മെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എന്നറിയി ചെയ്യുന്നു. സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ആമേ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മോടുള്ള വഴികൾ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഇത് വലിയവയാണ്. സ്തോത്രം. ദൈവമക്കളെ, ആര് വിശ്വസിക്കുന്ന അവർക്ക് അതിന് നന്മ പ്രാപിക്കും. പറഞ്ഞു വിട്ടുകൊണ്ടൊന്നും ഒരു കഥയില്ല. സ്തോത്രം. എൻ്റെ വിഷയത്തിൽ ദൈവം എന്നെ സഹായിപ്പാൻ സർവശക്തനെന്ന് വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ നന്മ കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ആമേൻ. സ്തോത്രം. നമ്മൾ വിത്തിടുന്നു. കൃഷിക്കാർക്കറിയാം എപ്പോഴാണ് വിത്തിടേണ്ടത്. സ്തോത്രം. രണ്ട് വിധത്തിലുള്ള വിത്തുണ്ട്. ആമേൻ. കൃഷിയിൽ ഉപയോഗിക്കുന്ന വിത്തുണ്ട്, വചനമാകുന്ന വിത്തുണ്ട്. സ്തോത്രം. നമ്മൾ ആ വിത്തിട്ടാൽ ആ വിത്ത് കർഷകനറിയാം എപ്പോഴാണ് ഏത് സമയത്താണ് അത് ഇടേണ്ടത്. അവർ വെള്ളം അടിച്ചതിനെ കിളിപ്പിക്കാൻ നോക്കിയാൽ അത് ഒത്തിരി പൈസ ചിലവാകേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവം തരുന്നതിനൊന്നും ആമേൻ സ്തോത്രം അതിനെ ദൈവം എല്ലാം സുലഭമായി തരുവാനിടയായിത്തീരും. ദൈവം തരുന്നതിന് കണക്കില്ല. ദൈവം ധാരാളമായി തരുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് ഇങ്ങനെ, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനമായിരിക്കും. ആമേൻ. ഇതുപോലെയാണ് കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അതുപോലെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. ഹല്ലേലൂയ. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ഹല്ലേലൂയ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. താങ്ക് യു ജീസസ്. ആമേൻ. യിരെമ്യാ പ്രവചനം 20-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ഇന്നലെ രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ്. സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ചു അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവനായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. നമ്മെക്കുറിച്ച് എനിമി പറയുന്ന ഒരു കാര്യമാണ്. ഒന്നുകൂടി നിർത്തി വായിച്ചാട്ടെ. സർവത്ര ഭീതി. ആമേൻ. നമ്മെക്കുറിച്ച് സർവത്ര ഭീതിയാ കേട്ടിരിക്കുന്നത്. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. പലരുടെ വായിൽ നിന്ന് നമ്മെ കുറിച്ച് കേട്ടിരിക്കുന്നു. നമ്മുടെ എനിമി പറയുന്ന ഒരു കാര്യമാണ് കുറ്റം ബോധിപ്പിപ്പീൻ. ആമേൻ. ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. ആമേൻ. നമ്മുടെ എനിമി പറയുന്നത് ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. എവിടെ ഇരിക്കുന്നവരെ കുറിച്ച്. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷെ അവനെ വശത്താക്കാമെന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. ആമേൻ. നമ്മുടെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചങ്ങാതിമാരൊക്കെ പറയുന്നു. പലരും നമ്മെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അടുത്ത വാക്യമാണ് നമുക്ക് ബലമായി ദൈവം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുണ്ടെന്ന്. ദൈവമക്കളെ, നമ്മുടെ എനിമി നമ്മെക്കുറിച്ച് പലതും പറയും.
നാം അത് കാര്യമാക്കണ്ട. ചങ്ങാതിമാര്, സുഹൃത്തുക്കള്, അമേൻ. നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പോലും നമുക്ക് എനിമിയായി മാറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അമേൻ, നമ്മുടെ സ്നേഹിതരായി കടന്നു വന്നവർ, അവർ പിന്നത്തേതിൽ അവർ നമുക്ക് എനിമിയായി മാറുമ്പോൾ, അവർ നമുക്കെതിരെ കുറ്റം പറയുമ്പോൾ, അമേൻ, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 20 യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. 11 വാക്യം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ഒറ്റയ്ക്കല്ല. നമ്മുടെ ചങ്ങാതിമാർ നമുക്കെതിരായാലും, നമ്മുടെ എനിമി നമുക്ക് പ്രതികൂലമായി കടന്നു വന്നാലും, ഇന്ന് പലകാലം കർത്താവ് പറയുന്നു, ഞാനൊരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ഞാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാ. അല്ലെങ്കിൽ മാത്രമല്ല, 24-ാം സങ്കീർത്തനത്തിൽ നാം സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുകളുടെ കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന് രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. പ്രൈസ് ദി ലോർഡ്. യുദ്ധവീരനായ യഹോവയാ പറയുന്നത്. ആമേൻ, സ്തോത്രം. ഞാൻ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മഹാവീരനാണ്. മൈറ്റി വർക്ക് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ ഏകരായി വിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ഈ വചനത്തിന്റെ ശക്തി ഒന്ന് ചിന്തിച്ചേ. ഈ വചനം ശക്തിയേറിയ വചനമാണ്. യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴുമെന്ന് നമ്മുടെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നാം അത് ഏറ്റെടുക്കണം. നമുക്കെതിരെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോൾ, നമ്മുടെ എനിമി പറയുമ്പോൾ, നമ്മുടെ ചങ്ങാതിമാർ പറയുമ്പോൾ, നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് പിൻവലിക്കുമ്പോൾ നാം പറയണം, ഹല്ലേലൂയ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യഹോവ ഒരു സാധാരണക്കാരനായിട്ടല്ല, മഹാവീരനായിട്ട് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആകയാൽ നമ്മെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. നമ്മളോടുള്ള പ്രോമിസ് അത്. അവർ ഇടറി വീഴുക മാത്രമല്ല, അവർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അവർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, അവർ ഇടറി വീഴും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അവർ ജയിക്കയില്ല, അവർ നമ്മെ ജയിക്കയില്ല, അവർ ഇടറി വീഴുക തന്നെ ചെയ്യും. യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ അവർ ഏറ്റവും ലജ്ജിച്ചു പോകും. ആമേൻ. അവരുടെ ബുദ്ധിയെ അബലമാക്കും നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവർക്കൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ ബുദ്ധിയെ ദൈവം അബലമാക്കും. ഹല്ലേലൂയ. ആമേൻ. അവർ ലജ്ജിച്ചു പോകും. അവർ ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാത്ത നിത്യ ലജ്ജയോടെ തന്നെ. ആമേൻ. അവരുടെ ജീവിതത്തിൽ, അവരുടെ മരുപ്രാണ യാത്രയിൽ, അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത ഒരു നിത്യ ലജ്ജയിൽ അവർ അകപ്പെടുവാനിടയായി തീരും. ദൈവത്തിലെ ദൈവത്തിന് നമ്മളോടുള്ള പ്രോമിസ്, നമ്മുടെ ചങ്ങാതിമാർ നമുക്കെതിരായി തീരട്ടെ, നമ്മുടെ കൂട്ടുകാർ നമുക്കെതിരായി തീരട്ടെ, നമ്മുടെ എനിമി നമുക്കെതിരെ കടന്നു വരട്ടെ. ഹല്ലേലൂയ. യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ ഉണ്ട്. അവർ നിത്യ ലജ്ജയ്ക്ക്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയ്ക്ക് അവർ കാരണഭൂതരായി തീരുവാൻ ഇടയായി തീരും. അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. നീതിമാനെ ശോധന ചെയ്തു അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുമല്ലോ. ആമേൻ. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്.
നീതിയോട് വ്യവഹാരം ചെയ്യുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച ഒരു കാര്യമുണ്ട്. 55-ാം അധ്യായത്തിൽ നാം വായിച്ചു, നാം പറഞ്ഞു, യെശയ്യാ പ്രവചനം, നിനക്കെതിരെ ഉയർന്നു വരുന്ന യാതൊരു ആയുധം ഫലിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. യഹോവ തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യും. മഹാവീരനെ പോലെ യഹോവ എഴുന്നേൽക്കും. അമ്മ ഈ വാക്യം നമുക്കൊന്ന് സ്വന്തമാക്കി ഒന്ന് ഏറ്റെടുക്കാം. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രോമിസുകളും വാഗ്ദത്തങ്ങളുമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രതികാരം യഹോവയ്ക്കുള്ളത്. ആമേൻ. സ്തോത്രം. നമുക്ക് ചില വാക്യങ്ങളുടെ വായിക്കാം. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. മക്കളെ, നമുക്ക് ലഭിക്കുന്ന സകലതും, അത് ആരോഗ്യമായാലും നമ്മുടെ പ്രൊട്ടക്ഷൻ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും ആമേൻ, നമ്മുടെ ഭാവികളുടെ മതത്തിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും ജോലിയിലായാലും എല്ലാ നല്ല ദാനങ്ങളും അത് തികഞ്ഞ വരമൊക്കെയും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രോമിസ് ദൈവം മാറ്റിക്കളയത്തില്ല. ദൈവം തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തരിക തന്നെ ചെയ്യും. അപ്പം നാം വിശ്വസ്തരായി നിന്നാൽ ഈ നന്മകളെല്ലാം പ്രാപിപ്പാനിടയായി. ഹല്ലേലൂയ. യഹോവ ഒരു യുദ്ധവീരനെ പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ നല്ലദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. നമുക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് അവിടെ കരുതി വെച്ചിരിക്കുക. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവുള്ള ഗുപ്തവിദ്യകളും ആമേൻ ഹല്ലേലൂയ നിധികളും എല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. അത് മറ്റാർക്കും കാണാനൊക്കത്തില്ല. തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന. ഹല്ലേലൂയ. സ്തോത്രം. അത് ഒരു ചെങ്ങാതിക്കോ ഒരു എനിമിക്കോ ഒരു സ്നേഹിതനോ അത് മാറ്റുവാൻ പറ്റത്തില്ല. കാര്യം അത് നമ്മുടെ വാഗ്ദത്തം ചെയ്ത പിതാവിന്റെ കരങ്ങളിലാണ് അതിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്തായുള്ള ആച്ഛേദനമോ ഇല്ല. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, പ്രോമിസ് തന്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ഹല്ലേലൂയ. നാം വചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. വചനം അയച്ചാൽ ഇത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിക്കുക തന്നെ ചെയ്യും. ഈ വചന അതേ വാഗ്ദത്തം, അതേ അധികാരവും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം പറഞ്ഞാൽ അതുപോലെ നടക്കും. വിശ്വസിക്കുന്നവരാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നാം അവന്റെ അടുത്ത വാക്യം വായിച്ചോട്ടെ. നാം സൃഷ്ടികളാൽ ഒരുവിധ ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നാം ജനിച്ചിരിക്കുന്ന ഈ വചനത്താൽ. ഹല്ലേലൂയ. ഈ സത്യത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുക. ക്രിസ്തുയേശുവിൽ നമ്മെ ദത്തെടുത്ത് തന്റെ മക്കളാക്കി ദൈവം നമ്മെ തീർത്തു. ആദ്യ ഫലമാകേണ്ടതിന് ദൈവം നമ്മെ ദത്തെടുക്കുവാനിടയായിട്ട്. ഹല്ലേലൂയ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ജനനത്തെ മാറ്റിക്കളയുവാൻ ആർക്കെങ്കിലും പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രോമിസിനെ മാറ്റിക്കളയുവാൻ ആർക്കെങ്കിലും പറ്റുമോ? ദൈവം ഒരു യുദ്ധവീരനായി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവൻ ദൈവത്തെ തടയുവാൻ ആർക്കെങ്കിലും പറ്റുമോ? ദൈവത്തിന്റെ പ്രോമിസ് നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷെ നാം ചേർന്നിരിക്കണം. ഹല്ലേലൂയ. താങ്ക് യു. അടുത്ത വാക്യം വായിച്ചാട്ടെ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. ആമേൻ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. ആമേൻ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആമേൻ. ആമേൻ. നിർത്തിക്കാട്ടെ. സ്തോത്രം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്താ അറിയുന്നത്? ആമേൻ. സ്തോത്രം. സത്യത്തിന്റെ വചനത്താൽ നാം ദൈവം ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അത് അറിയുന്നുവല്ലോ.
ദൈവത്തിന്റെ വനത്താലാണ് ദൈവം നമ്മെ ജനിപ്പിച്ചത്. ഹല്ലേലൂയ. നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവർ ആയിരിക്കട്ടെ. ആമേൻ. നമുക്ക് അത് തന്നെ ഒരു വചനം വേറെ നോക്കാം, വചനത്തിലുണ്ടോന്ന്. സദൃശവാക്യം 18:10 വായിച്ചേ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. തുടർന്ന് 12 വരെ വായിച്ചോട്ടെ. ധനവാനതന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെ ആർക്ക് സഹിക്കാം. ഞാൻ കുറിച്ച് വെച്ചത് വേറെ. സ്തോത്രം, ക്ഷമിക്കാം. ആമേൻ. നാം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം. എല്ലാത്തിനും നാം പ്രതികരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ 20-ാം വാക്യത്തിൽ നാം എങ്ങനെ വായിക്കുന്നു? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ നിറവേറ്റുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടത ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളത് ഉൾനട്ടതുമായ വചനം സത്യമായതോ സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ഈ വചനം നാം കൈക്കൊണ്ട് ഈ വചനത്തിൽ നാം നിലനിൽക്കണം. യേശു ഇങ്ങനെ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്തോത്രം. ഈ വചനത്തിൽ നാം നിലനിൽക്കണം. ഈ വചനത്തിൽ നാം ജനിച്ചവരാ. ഈ വചനത്തിന്റെ പ്രവൃത്തി നമ്മളിൽ സ്തോത്രം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാവിന്മേലെ മരണത്തിന്റെ ജീവന്റെ അധികാരമുള്ളത്. നാം പറയുന്നത് ഈ വചനം അയച്ചാൽ വചനം പോയി എന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരികയുള്ളെങ്കിൽ നാം പറഞ്ഞാൽ കാര്യങ്ങൾ അതുപോലെ നടക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തുടർന്ന് വായിച്ചാട്ടെ. എന്റെ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ആമേൻ. ആ ഈ വചനം കേൾക്ക മാത്രം പോരാ. ആമേൻ. വചനം നാം അതനുസരിക്കണം. ആമേൻ. സ്തോത്രം. വചനത്തിൽ നാം ജീവിക്കണം. വചനത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകണം. സ്തോത്രം. 23-ാം വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ആമേൻ. വചനം നാം കേൾക്കുന്നുണ്ട്. ആമേൻ. എന്നാൽ ഈ വചനത്തിന്റെ പ്രവൃത്തി നാം ഏറ്റെടുത്ത് നാം ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? അതെങ്ങനെയായിരിക്കും? തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. സ്തോത്രം. ആമേൻ. നാം വചനം പ്രമാണിക്കണം. വചനത്തിന്റെ ശക്തിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. വചനം നാം പ്രൊക്ലെയിം ചെയ്യണം. വചനം നാം ക്ലെയിം ചെയ്യണം. വചനം നാം എടുത്ത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഏത് അവസ്ഥയിലും ആ വചനം നാം ഹല്ലേലൂയ സ്തോത്രം ഇരുവായത്തിലുള്ള ഏത് വചനേക്കാൾ മൂർച്ചയുള്ള വചനം നാം പ്രൊക്ലെയിം ചെയ്യണം. നാം വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. 25-ാം വാക്യം. സ്വാതന്ത്ര്യത്തിൽ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ആമേൻ. ദൈവമക്കളെ, ഈ വചനത്തിൽ നിന്നിരുന്നാലുണ്ടല്ലോ നാം ഭാഗ്യവാന്മാരായിത്തീരും. ഹല്ലേലൂയ. ഇതെന്റെ വാക്കുകളല്ല, ദൈവവചനമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരുന്നു. എന്റെ വായിൽ നിന്ന് ആമേൻ സ്തോത്രം ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുന്ന അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ അടുത്ത 12-13 വാക്യം വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ആമേൻ. മലകളും നമ്മുടെ യാത്രയിൽ നാം ദുഃഖത്തോടല്ല ദൈവം നമ്മെ അയക്കുന്നത്.
സന്തോഷത്തോടെ നിങ്ങൾ പുറപ്പെടും. ആമേൻ. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ദൈവം നമുക്ക് സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. നദി പോലെയുള്ള സമാധാനം നമ്മുടെ മേൽ തന്നിരിക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ വചനം നാം അയച്ചാലുണ്ടല്ലോ ആ സമാധാനം നമുക്ക് ലഭിക്കും. ഈ വചനം നാം അയച്ചാലുണ്ടല്ലോ സന്തോഷം നമുക്ക് ലഭിക്കും. ശത്രു സന്തോഷം ഇല്ലാതാക്കുവാൻ നോക്കിയാൽ ഈ വചനം എന്നെടുത്ത് നാം ഒന്ന് അയച്ചാൽ ആമേൻ, ആ ശത്രുവിന്റെ തന്ത്രങ്ങളുടെ മേൽ നമ്മൾ ഓവർകം ചെയ്യുവാനിടയായി തീരും. ആമേൻ. നമുക്ക് സമാധാനം, നദി പോലെയുള്ള സമാധാനം നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന മലകളുണ്ടല്ലോ, കുന്നുകളുണ്ടല്ലോ, നമ്മൾ ഈ വചനം ഒന്ന് അയക്കുമ്പോൾ അതൊക്കെ പൊട്ടിയാർക്കുമെന്ന്. ആമേൻ. എന്ന് പറഞ്ഞാൽ തടസ്സമെല്ലാം മാറിപ്പോകും. ആ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ കർത്താവിൽ സന്തോഷിപ്പാനും ഉല്ലസിപ്പാനും ഇടയായി തീരും. ഹല്ലേലൂയ. അടുത്ത വാക്യോടെ വായിച്ചാട്ടെ. ആമേൻ. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കാകുകൂട്ടും. ആമേൻ. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സകല വൃക്ഷങ്ങളും കൈകൊട്ടുന്നത്? പക്ഷെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാ. വിശ്വസിക്കുന്നവർ അത് കാണാൻ സാധിക്കും. ആമേൻ. ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന കുന്നുകളും മലകളും ഒക്കെയും ഒരിക്കൽ നമുക്ക് തടസ്സമായി വീഴ്ചിരിക്കും. നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സമാധാനത്തോടെ ആമേൻ, സന്തോഷത്തോടെ കുന്നുകൾ ആമേൻ നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. അടുത്ത വാക്കുകൾ വായിക്കാം. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. ആമേൻ. ശത്രു കൊണ്ട് ഇപ്പൊ ഇട്ടിരിക്കുന്നത് മുള്ള, പക്ഷെ ദൈവം അതിനെ സരള വൃക്ഷമാക്കി തീർക്കുക. ഹല്ലേലൂയ. പറക്കാരിക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. ആമേൻ. പറക്കാരിക്ക് പകരം കൊഴുന്ത് മുളയ്ക്കുമെന്ന്. കൊഴുന്ത്. ആമേൻ. കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ആമേൻ, അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഒരിക്കലും മാറ്റം വരാത്ത, ഛേദിക്കപ്പെടാത്ത ആമേൻ, വലിയ ശാശ്വതമായ ഒരു അടയാളമായി തീരും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് തന്നിട്ടുള്ള ദൈവത്തിന്റെ പ്രോമിസ് ആണ് ഇവിടെ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒന്ന് ക്ലെയിം ചെയ്യാം. വചനം നമുക്കൊന്ന് അയക്കാം. നമ്മുടെ ഏത് അവസ്ഥകളിലും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ വരവേൽപ്പിക്കാം. തുടർന്നുള്ള ആരാധന